ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം 3-ാം വാക്യം. സ്വർഗത്തിൽ മറ്റൊരു അടയാളം കാണായി, 7 തലയും 10 കൊമ്പും തലയിൽ 7 രാജമുടിയുമായി തീ നിറമുള്ളൊരു മഹാസർപ്പം. 4-ാം വാക്യം. അതിന്റെ വാൽ ആകാശത്തിലെ നക്ഷത്രങ്ങളിൽ 1/3 വലിച്ചുകൂട്ടി ഭൂമിയിലേക്ക് എറിഞ്ഞു കളഞ്ഞു. പ്രസവിപ്പാറായ സ്ത്രീ പ്രസവിച്ച ഉടനെ കുട്ടിയെ തിന്നുകളയുവാൻ മഹാസർപ്പം അവളുടെ മുമ്പിൽ നിന്നു. സ്വർഗത്തിൽ മറ്റൊരടയാളം കാണായി. ഇത് മറ്റൊരടയാളമാണ്. സ്ത്രീക്കെതിരായിട്ടൊരു ശക്തി അവിടെ എഴുന്നേൽക്കാണ്. തീ നിറമുള്ളൊരു മഹാസർപ്പം അവിടെ എഴുന്നേൽക്കാണ്. അതായത് സാത്താൻ അവിടെ എഴുന്നേൽക്കാണ്. അതിന് 7 തല, സമ്പൂർണ്ണ കപടതയും ഭരണാധികാരങ്ങളും നിറഞ്ഞിട്ടുള്ള ഒരു മുഷ്കിന്റെയും ഗർവിന്റേതുമായിട്ടുള്ള 7 തല ആ സാത്താനുണ്ട്. അതിന് 10 കൊമ്പുകളുണ്ട്. ശക്തിയും അധികാരവുമാണ് അതവിടെ കാണിക്കുന്നത്. 7 രാജമുടികളുമുണ്ട്. ഭൂമിയിലെ ഭരണ സിസ്റ്റങ്ങളിലൂടെ പ്രവർത്തിക്കാനുള്ള ഒരു അധികാരം, അതാണ് 7 രാജമുടികളായിട്ട് അവിടെ കാണുന്നത്. അങ്ങനെയുള്ള ഒരു മറ്റൊരു അടയാളം സ്വർഗത്തിൽ ഈ സ്ത്രീക്ക് ഓപ്പോസിറ്റ് ആയിട്ട്, അല്ലെങ്കിൽ സ്ത്രീക്കെതിരായിട്ട് അവിടെ എഴുന്നേൽക്കുണ്ടായി. അതിന്റെ വാൽ ആകാശത്തിലെ നക്ഷത്രങ്ങളിൽ 1/3 വലിച്ചുകൂട്ടി ഭൂമിയിലേക്ക് എറിഞ്ഞു കളഞ്ഞു. അതായത് വീണ ദൂതന്മാർ, സാത്താനോടൊപ്പം വീണ ആത്മീയ ശക്തികളെയാണ് അവിടെ കാണിക്കുന്നത്. സ്വർഗീയ കലാപത്തിന്റെ സൂചന അവിടെ മുഴങ്ങുന്നു. കുട്ടിയെ തിന്നുകളയുവാൻ സ്ത്രീയുടെ മുമ്പിൽ അത് വന്ന് നിൽക്കുകയാണ്. ഒരു സാത്താന്റെ ഒരു വലിയ പ്രത്യക്ഷമായിട്ടുള്ള ഒരു ആക്രമണത്തിലേക്കാണ് അവിടെ വരാൻ പോകുന്നത്. അവിടെ ക്രിസ്തുവിനെ നശിപ്പിക്കാൻ നടത്തിയ ശ്രമങ്ങൾ, ഹെരോദാവിന്റെ ശിശുഹത്യയും ക്രൂശീകരണവും ദൈവത്തിന്റെ പദ്ധതിയെ തടയുവാനുള്ള ക്രമവുമൊക്കെ ആ ഒരു ശ്രമവുമൊക്കെ അവിടെ അതിൽ കാണിക്കുകയാണ്. ദൈവം ജനിപ്പിക്കുന്നതിനെ സാത്താൻ ജനിക്കുന്നതിന് മുമ്പേ കൊല്ലാൻ ശ്രമിക്കുന്നുണ്ട്. ഒറ്റ വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാക്കാനുള്ളത്, ദൈവം ഓരോ പദ്ധതികൾ വെക്കുമ്പോൾ ഒരു പക്ഷെ അത് ജനിച്ച് ഭൂമിയിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ, അത് ഉരുവാകുന്നതിന് മുമ്പ് തന്നെ സാത്താൻ എന്ത് ചെയ്യുന്നു? അതിനെ നശിപ്പിക്കാൻ, കൊല്ലാൻ ശ്രമിക്കുന്നു. അതാണ് നമ്മളിവിടെ ഈ വചനത്തിലൂടെ മനസ്സിലാക്കുന്നത്. ഇന്ന് നമ്മുടെ ജീവിതാവസ്ഥകളിലും നമുക്കായി ദൈവം കരുതിയിരിക്കുന്ന, നമുക്കായി തരുന്ന ഒരുപാട് ആവശ്യങ്ങളെ, ദൈവം നമുക്കായി തരുന്ന ഒരുപാട് ഫലങ്ങളെ ഇത് സാത്താൻ അതിന് മുന്നേ നമ്മളിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ അവൻ അതിനെ കൊല്ലാൻ, അതിനെ നശിപ്പിച്ചു കളയുവാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ പാമ്പ് ശക്തി ഉള്ളവനായി തോന്നിയാലും ദൈവത്തിന്റെ പദ്ധതി അവന്റെ മുമ്പിൽ തോറ്റു പോകുന്നില്ല. അതാണ് അവിടെ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത്. ഈ സാത്താൻ എന്തൊക്കെ പദ്ധതികൾ മുമ്പിൽ കൊണ്ടുവച്ചിരുന്നാലും അവയൊക്കെയും അതിജീവിക്കുവാൻ വേണ്ടിയിട്ട് സർവശക്തനായിട്ടുള്ള നമ്മുടെ ദൈവത്തിന് കഴിയും. പൂർണ്ണമായിട്ടും ദൈവത്തിന്റെ പദ്ധതികൾ മാത്രമേ അവിടെ നടക്കുകയുള്ളൂ. അപ്പൊ അവിടെ സ്ത്രീ പ്രസവിച്ച ഉടനെ തന്നെ കുട്ടിയെ തിന്നുകളയുവാൻ മഹാസർപ്പം അവളുടെ മുമ്പിൽ നിൽക്കുകയാണ്. ആ ഒരു മഹാസർപ്പം അവിടെ അവളുടെ മുമ്പിലേക്ക് വന്നിങ്ങനെ നിൽക്കുന്നു. വെളിപ്പാട് പുസ്തകത്തിൽ എല്ലാ സംഭവങ്ങളും ടൈം ലൈൻ ക്രമത്തിലല്ല എഴുതിയേക്കുന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കിയായിരുന്നു. ഒരേ സംഭവത്തെ വ്യത്യസ്ത ദൃശ്യങ്ങളിലൂടെ ദൈവം നമുക്ക് കാണിച്ചു തരികയും ചെയ്യുന്നുണ്ട്. അതിന്റെ പ്രതിഫലനമായിട്ടാണ് ഇവിടെ ഈ ഒരു സ്ത്രീയെ കാണിക്കുന്നതും. അതിനുശേഷം ആ സ്ത്രീ വേദന കിട്ടി പ്രസവിക്കുമ്പോൾ ആ സ്ത്രീക്കെതിരായിട്ട് സാത്താൻ എഴുന്നേൽക്കുന്നതും, ആ സാത്താൻ എഴുന്നേറ്റുകൊണ്ട് ആ കുഞ്ഞിനെ, ആ ഫലത്തെ, ദൈവം തുടങ്ങി വെക്കുന്ന പദ്ധതിയെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് അവൻ തുടങ്ങുന്നതുമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ 2 വാക്യങ്ങളിലൂടെ മനസ്സിലാക്കിയത്. പിശാച് എന്തൊക്കെ തടസ്സങ്ങൾ വെച്ചിരുന്നാലും ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുഗ്രഹമായി വരേണ്ടുന്ന കാര്യങ്ങളെ അവൻ തടയുവാൻ നോക്കും. ദൈവം നമുക്കായി എല്ലാ അനുഗ്രഹങ്ങളും തന്നുകൊണ്ടിരിക്കുമ്പോഴും പിശാച് അവിടെ തടയുവാൻ നോക്കും. ഈ തടയുവാൻ നോക്കുമ്പോൾ നമ്മൾ ദൈവത്തിന്റെ കരങ്ങളിലാണെങ്കിൽ, നമ്മുടെ ഉള്ളിൽ നമ്മളും ദൈവവുമായിട്ടുള്ള ബന്ധം അവിടെ ദൃഢമായി നിൽക്കുകയാണെങ്കിൽ പിശാചിനത് തടഞ്ഞു വെക്കാൻ സാധിക്കില്ല. ദൈവത്തിന്റെ പദ്ധതി തന്നെ അവിടെ ജയിക്കും. ദൈവം നമുക്കൊപ്പം ഉണ്ടാകും എന്നുള്ളതും കാണിക്കുന്ന ഒരു വചനം തന്നെയാണിത്. ആമേൻ. സ്തോത്രം.